പറയണമെന്ന് വിചാരിച്ചായിരുന്നു. ഇതൊക്കെ ഒരു ശരിയായ മെത്തേഡാണോ? ഒരു റൂമിൽ എത്രയോ ആൾക്കാരുള്ള സമയത്ത് അങ്ങനെ സംസാരിക്കാനുള്ള രീതിയിലാണ് നിങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കുന്നത്? ഒരാൾ തെറി പറയുവാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ അയാളെ വീണ്ടും തിരിച്ചെടുക്കുമായിരുന്നു ഈ റൂമില്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് തെറി പറയുന്ന അപ്പത്തെ ദേഷ്യത്തിന് ചിലപ്പോൾ പറഞ്ഞായിരിക്കും നാളെ ഒരു സട്ടിൽ മൂവ്മെന്റിൽ വരുമ്പോ ഇവിടെ വീണ്ടും സംസാരിക്കാന്. പക്ഷെ മദ്യപിച്ചിട്ട് പൊതുമദ്യത്തിൽ ഇരുന്ന് ആ സ്റ്റേജിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരാളെ പിന്നെ വേറൊരു സ്റ്റേജിൽ നമ്മൾ കയറ്റും. ഞാൻ ഇന്നലെ അത് പറയണമെന്ന് വിചാരിച്ചു ദിനേശ്. എന്ത് കണ്ടിട്ടാ നിങ്ങൾ അങ്ങനെയൊക്കെ റൂമിൽ വന്ന് ക്ലബ് ഹൗസിൽ ഇരുന്ന് സംസാരിക്കുന്ന ആൾക്കാരടുത്ത്? എന്താണ് ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റായിട്ട് ചെയ്തിട്ടുള്ളത്? അല്ല, നിങ്ങൾ ഇന്നലെ മദ്യപിച്ചിട്ടല്ല സംസാരിച്ചിരുന്നത്. അതിനകത്ത് ഞാൻ എന്തോ കഴിച്ചോട്ടെ എന്തോ കഴിക്കാതിരിക്കട്ടെ, അവിടെ സംസാരിച്ചതിൽ എന്താണ് സുജിത്തിന് തെറ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേൾക്കട്ടെ. തെറ്റല്ല, മദ്യപിച്ചിട്ട് സംസാരിക്കുമ്പോ പറയുന്ന കാര്യങ്ങൾ വീണ്ടും എന്താണ് പറയുന്നത്? ഒരു ബോധമില്ലാതെയാണ് പറയുന്നത്. എന്താണ് ബോധക്കേടായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് പറയൂ. ഞാനത് നോട്ട് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ വാക്കുകളൊക്കെ പ്രൊനൗൺസ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ല, നോട്ട് ചെയ്യാതെ എങ്ങനെയാണ് ഒരാളെ പിടിച്ചിട്ട് വാക്കുകൾ പോലും പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എനിക്ക് കുറെ നേരം കേട്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ആകെ മൊത്തം ഒരു എന്താ പറയാ, മഴയത്ത് കാഴ്ച കാണുന്ന പോലെ ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അന്ന് അവിടെ സംസാരിച്ചത് അവര് ഇറാന്റെയും ഇസ്രായേലിന്റെയും കുറച്ച് യുദ്ധകഥകളും പിന്നീട് കേരളത്തിലെ കുറച്ച് നിലമ്പൂരിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ട് പോയിരുന്നത്. അപ്പോൾ താഴെ കേട്ടുകൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ താഴെ ഇരുന്ന് എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ സുജിത്ത് പറയുമ്പോൾ ഞാൻ അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കഴിക്കുന്നത് വലിയ തെറ്റായിട്ട് ഞാൻ കാണുന്നുമില്ല. അങ്ങനെയുള്ള സമയത്ത് എന്തിനാണ് വന്ന് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ സംസാരിക്കാം. ആ റൂം തീവണ്ടി എന്ന് പറയുന്ന റൂം എല്ലാ ദിവസവും ഉണ്ട്. ഇപ്പൊ ഈ നമസ്തേ കേരളം എന്ന് പറഞ്ഞ റൂം എല്ലാ ദിവസവും ഉണ്ട്. ചില റൂമുകൾ മാത്രമാണ് ക്ലബ് ഹൗസിൽ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തതുള്ള വിഷയങ്ങളിൽ. നാളെ ആ വിഷയം വരുമ്പോ ഇതേ കാര്യം സംസാരിക്കാലോ. ഇന്നലെ നിങ്ങൾ സംസാരിച്ചിരുന്നു, ഞാനപ്പോ മദ്യം കഴിച്ചിരുന്നപ്പോ എനിക്ക് സംസാരിക്കാനുള്ളത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് ആവശ്യം ഞാൻ സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതിനൊരു മറുപടി പറയണമെന്ന് പറഞ്ഞ് സംസാരിക്കാലോ. ഒരു മണിക്കൂറാണ് നിങ്ങൾ അതിനകത്ത് നിന്ന് സംസാരിക്കുന്നത്. അല്ല സുജിത്തെ, അത് എന്താ വെച്ചല്ലേ, നല്ലൊരു അടിപൊളി മോശമില്ലാത്ത ഒരു സാധനം എന്റെ കൈ കിട്ടി. ഞാൻ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് റൂമിൽ ഇരുന്നിട്ട്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു CH ഓപ്പൺ ചെയ്യാത്തപ്പോ തന്നെ ഇങ്ങനെ ഇതാണ് കാണുന്നത്. അപ്പൊ ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്യപ്പെടുന്നു. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ വാഗ്വാദങ്ങൾ നടക്കുന്നു. പക്ഷെ എനിക്ക് തോന്നി എന്താണ് ഇതിന്റെ ഒരു ഒന്നും കിട്ടുന്നില്ല, തുമ്പായിട്ടൊന്നും കിട്ടുന്നില്ല. അതായത് സുജിത്ത് പറഞ്ഞ പോലെ പെട്ടെന്ന് ഒന്നും കിട്ടുന്നില്ല. എങ്കിലും ഇറാനെ കുറിച്ചിട്ടും ഇസ്രായേലിനെ കുറിച്ചിട്ടും അതിനിടയ്ക്ക് കേരളത്തിലെ കാര്യങ്ങളും ഒക്കെ ഒരുമാതിരി അലങ്കോലപ്പെട്ടിട്ടുള്ള ഒരു സംസാരമായിട്ടാണ് അവിടെ കണ്ടത്. അപ്പൊ അതിനിടയിൽ ഞാനും കയറി ഞാൻ അഡ്രസ് കൊടുത്തപ്പോ എന്നെ പിടിച്ച് മേലെ കയറ്റും ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് സംസാരിക്കാനുള്ള ഒരു വേദിയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് ഞാൻ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ സുജിത്ത് പറയുമ്പോ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് സുജിത്ത് പറഞ്ഞപ്പോഴാണ് എനിക്കൊന്നും വിചാരിക്കുന്നത്. എന്താണെന്നറിയോ, ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളെ റൂമില് ദിനേശ് വന്നിട്ട് എത്രയോ ദിവസം സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരാളെടുത്ത് എത്ര തവണ ഞാൻ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വേറെ റൂമില് നിങ്ങൾ